നമ്മളിപ്പോൾ ഈ ചവിട്ടുവീഴ്ചൽ ചെയ്യുമ്പോൾ അത് ആരെ ചെയ്യുക, രോഗികളെയാണോ അതോ നമ്മളിപ്പോൾ റിജുവേഷനായിട്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ചവിട്ടുവീഴ്ചൽ സാധാരണ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം. അത് ചെയ്യുന്ന ഈ ഡോക്ടറുടെ ഒരു കഴിവിനനുസരിച്ചിരിക്കും. സാധാരണ നമ്മൾ ഈ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനൊക്കെ വർഷക്കാലത്ത് ചവിട്ടുവീഴ്ചൽ മിക്കവാറും ആളുകളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വർഷം മുഴുവൻ നമുക്ക് വന്ന പരിക്കുകൾ, അതേപോലെ തന്നെ മസിൽസിനും ഞരമ്പിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറാൻ ഒരു പുതിയ ഒരു ബോഡീനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുമൂലം പ്രതിരോധ ശക്തിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുകയും ചെയ്യും. രോഗികൾക്ക് ധാരാളമായിട്ട് നമ്മൾ ചങ്ങമ്പള്ളിയിൽ ഈ ചികിത്സാ മുറ നമ്മൾ ചെയ്യാറുണ്ട്. അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു ഡയഗ്നോസിസ്, എന്താണ് അസുഖം, അല്ലെങ്കിൽ ഇത് ചവിട്ടുവീഴ്ചലിന് ചെയ്യാൻ പറ്റുന്ന രോഗിയാണോ അല്ല എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുകയും അത്തരത്തിൽ രോഗികളെ നമ്മൾ സ്പെഷ്യലായിട്ട് വിവിധ പൊസിഷനുകളുണ്ടല്ലോ ചവിട്ടുവീഴ്ചൽ, ആ പൊസിഷനുകളൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രഷർ കുറച്ചും അതേപോലെ പ്രഷർ കൂട്ടിയൊക്കെ ചെയ്ത് നിരവധി രോഗികൾക്ക് നമുക്ക് ഈ ചവിട്ടുവീഴ്ചലുകൊണ്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ചവിട്ടുവീഴ്ചയിലെ ക്യാമ്പുകൾ, അതേപോലെ തന്നെ ജനങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ഇത് ചെയ്യുന്ന ഡോക്ടേഴ്സ് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പഠിച്ച്, അത് വളരെ കാലങ്ങളായിട്ട് ഇത് പഠിച്ച് ആ ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ നമ്മളെ കുടുംബത്തിൽ മുതിർന്ന അംഗം ഓക്കെ എന്ന് പറയുമ്പോഴാണ് നമ്മളൊരു രോഗിയെ സ്വന്തമായിട്ട് ചവിട്ടുവീഴ്ച ഒഴിയാൻ പോവുക. അതാണ് ഈ ചവിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്.